നിങ്ങൾ ഫോർട്ട് കൊച്ചി വെളിക്കടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ധോബിഖാന കണ്ടിട്ടുണ്ടോ? ഡച്ച് കാലഘട്ടം മുതൽ നിലനിൽക്കുന്ന ഒരു അലക്ക് കേന്ദ്രമാണിത്. ഫോർട്ട് കൊച്ചി വെളിയിലടുത്തുകൂടിയായിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ പഴയ പാട്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും. അതും കൂടുതൽ തമിഴ് പാട്ടുകളാണ്. അത് വേറെ എവിടെ നിന്നുമല്ല, ഈ ധോബിഖാന എന്നാണ്. വണ്ണാർ സമുദായത്തിൽപ്പെട്ടവരാണ് ഈ അലക്ക് ജോലികളെല്ലാം ഇവിടെ ചെയ്യുന്നത്. പണ്ട് കാലത്ത് ഇവർക്ക് ഇവിടെ അലക്കാനായിട്ട് ഏകദേശം 80ഓളം കുളങ്ങളുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. കണക്കുകൾ പ്രകാരം ഏകദേശം 1720 മുതൽ ഇവരിവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഡച്ചുകാരാണ് ഇവരെ സൈനിക യൂണിഫോം കഴുകാനായിട്ട് ആദ്യമായിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം 13 ഏക്കറോളം വരുന്ന സ്ഥലം വിട്ടു നൽകിയ അലക്ക് കേന്ദ്രം പ്രവർത്തിക്കാൻ തുടങ്ങി. 1976 ഇപ്പോൾ കാണുന്ന ഈ ധോബിഖാന ഇവിടെ സ്ഥാപിച്ചത്. നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നമ്മൾ ഈ ആധുനിക കാലത്ത് ഉപയോഗിക്കുന്ന ഒരു തരം ടെക്നോളജി ഇവിടെ ഉപയോഗിക്കുന്നില്ല. പരമ്പരാഗത രീതിയിൽ കല്ലിൽ തന്നെയാണ് ഇവിടെ അലക്കുന്നത്. അതുമാത്രമല്ല, വസ്ത്രങ്ങളൊക്കെ ഇവിടെ പുഴുങ്ങിയെടുക്കുന്നതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നോട്ടീസ് ചെയ്ത വേറൊരു കാര്യമാണ് ഈ ഡ്രസ്സുകൾ ഇങ്ങനെ ഉണക്കാനിടുന്നത്. ഇവർ ക്ലിപ്പോ യാതൊരു കാര്യങ്ങളും ഇവിടെ ഉപയോഗിക്കുന്നില്ല. 2 ചരടുകളുടെ ഇടയിലേക്ക് കയറ്റിയാണ് ഈ ഡ്രസ്സുകൾ ഇവിടെ ഉണക്കാനിടുന്നത്. ഫോർട്ട് കൊച്ചി വരുന്നവർ പലരും മിസ്സാക്കുന്ന ഒരിടം കൂടിയാണിത്. ശരിക്കും നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ ഇവിടെ എന്താണ് കാണാനുള്ളതെന്ന് എല്ലാവരും ചോദിക്കും. പക്ഷേ നമ്മുടെ രാജ്യത്ത് തന്നെ ഇതുപോലെ പ്രവർത്തിക്കുന്ന അലക്ക് കേന്ദ്രങ്ങൾ വളരെ കുറവാണ്. കേരളത്തിൽ തന്നെ ഇത് വളരെ കുറവായി കാണാനേ ചാൻസ് ഉള്ളൂ. ധാരാളം സിനിമകളുടെയൊക്കെ ഒരു ലൊക്കേഷൻ കൂടിയാണ് കേട്ടോ ഇത്. ചരിത്രം വെച്ച് നോക്കുവാണെങ്കിൽ ഏകദേശം 300 വർഷത്തിലധികമായിട്ട് ഇതിവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ വീട്ടുകാർക്കും ഓരോ റൂം പോലെ ഇവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഈ അലക്ക് കേന്ദ്രം ഇവിടെ നടത്തുന്നത്. അതുമാത്രമല്ല, പണ്ട് കാലത്ത് ഓരോ കുടുംബത്തിനും ഓരോ കുളം വീതം ഇവിടെ ഉണ്ടായിരുന്നു. ഫോർട്ട് കൊച്ചിയിൽ വരുന്ന ടൂറിസ്റ്റുകളെയൊക്കെ അവരുടെ ഗൈഡുകൾ ധാരാളമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് കാണിക്കാറുണ്ട്. നമ്മുടെ ഈ ഫോർട്ട് കൊച്ചി വന്നു കഴിഞ്ഞാൽ ചരിത്ര പ്രാധാന്യമായിട്ടുള്ള ധാരാളം സ്ഥലങ്ങളുണ്ടെങ്കിലും ഇതും അതിൽപ്പെട്ട ഒന്ന് തന്നെയാണ്. 300 വർഷത്തെ പഴക്കം എന്നത് ഒരു ചെറിയ കാലയളവല്ല. ഈ ഒരു ഏരിയയിൽ പലതവണ ഞാൻ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇതിൻ്റെ അകത്ത് ഞാൻ കയറുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അത്. ഇവിടെ വിസിറ്റേഴ്സൊക്കെ അലോഡാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമില്ല. എന്നാലും നിങ്ങൾ ആരെങ്കിലും കാണുവാണെങ്കിൽ ഒന്ന് ചോദിച്ചിട്ട് എടുക്കുന്നതായിരിക്കും കൂടുതലും നല്ലത്. നിങ്ങൾ രാവിലെയൊക്കെ വരുവാണെങ്കിൽ ഇവർ അലക്കുന്നതൊക്കെ കാണാൻ സാധിക്കും. ഞാൻ ചെന്നത് ഒരു വൈകുന്നേര സമയത്താണ്. അതുകൊണ്ട് അലക്കുകളൊക്കെ കഴിഞ്ഞ് ഇവർ തേച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ഈ ഒരു ഭാഗത്തെ റിസോർട്ടുകളുടെ ഹോം സ്റ്റേയുടെയൊക്കെ ധാരാളം തുണികളാണ് ഇവിടെ വരുന്നത്. നിങ്ങളിനി ഫോർട്ട് കൊച്ചി വരുമ്പോൾ തീർച്ചയായിട്ടും ഈ സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യണം. കൂടുതലും ഇപ്പോൾ ധാരാളം പ്രായമുള്ള ആൾക്കാരാണ് ഇവിടെ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവർ നേരിടുന്ന ഒരു പ്രധാന വെല്ലുവിളി എന്താണെന്ന് വെച്ചാൽ, ഇനിയുള്ള കാലഘട്ടത്തിൽ പുതിയ തലമുറയിൽ നിന്ന് ആരും ഈ ജോലിയിലേക്ക് വരാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ ചരിത്രത്തിൽ ഇത്ര പ്രാധാന്യമുള്ള അല്ലെങ്കിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ധോബിഖാനകൾ ഇനി എത്ര നാൾ കാണുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പണ്ട് കാലത്ത് തമിഴ്നാട്ടിലാണ് ഇതുപോലെ അലക്കുകാരൊക്കെ കൂടുതലായിട്ട് ഉണ്ടായിരുന്നത്. ഇവരെ വണ്ണാന്മാരെന്നാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇതുപോലത്തെ വിൻറ്റേജ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു തവണ നിങ്ങളിവിടെ വരണം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ തീർച്ചയായിട്ടും നിങ്ങളെ അത്ഭുതപ്പെടുത്തും. ഇതിനകത്തേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ എവിടെ നോക്കിയാലും ഒരു തമിഴ് പാട്ടാണ് കേൾക്കുന്നത്. ജോലിഭാരവും അധ്വാനവും കുറക്കാനായിട്ട് ഇവർ തമിഴ് പാട്ടൊക്കെ ഇട്ടാണ് പണിയെടുക്കുന്നത്. എന്ത് തന്നെയാണെങ്കിലും ആദ്യമായിട്ട് ഇത് കാണാൻ വന്ന എനിക്കിതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളിപ്പോൾ ഈ കാണുന്നത് കയറി വരുമ്പോൾ തന്നെയുള്ള ഭാഗങ്ങളാണ് കേട്ടോ. ഇതിനപ്പുറത്തേക്ക് ഒരുപാട് റൂമുകൾ ഇതുപോലെ ഉണ്ട് അലക്കാനായിട്ട്. ഇവിടെ ഓരോന്നിനും ഓരോ ഏരിയ ആണ്. അലക്കാനൊരു ഏരിയ, തേക്കാനൊരു ഏരിയ, അതുപോലെ തന്നെ അലക്കിയ തുണികളെല്ലാം വിരിക്കാനൊക്കെ വേറൊരു ഏരിയ ആണ്. ഈ ഒരു കെട്ടിടത്തിൻ്റെയൊക്കെ കാലപ്പഴക്കമൊക്കെ നമുക്ക് ഇവിടെ വന്ന് നോക്കിയാൽ തന്നെ കാണാൻ സാധിക്കും. അതിൽ കുറച്ച് പുതിയ രീതിക്കുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടെന്ന് മാത്രം. ഞാൻ വന്നിവിടെ കണ്ടിറങ്ങിയ സമയത്ത് ധാരാളം ടൂറിസ്റ്റുകളാണ് ഒരു ബസ്സിൽ വന്ന് ഇറങ്ങിയത്. നമ്മുടെ കേരളത്തിലുള്ളവർ ഇതൊന്നും കണ്ടിട്ടില്ലെങ്കിൽ ഈ പുറത്തുനിന്ന് വന്നവരൊക്കെ ഇതൊക്കെ സെർച്ച് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. പിന്നെ ഗൈഡുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവർ തീർച്ചയായിട്ടും ഇവിടെ കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ ഫോർട്ട് കൊച്ചി വെളിയുടെ തൊട്ട് പുറകിലായിട്ടാണ് ഈ ധോബിഖാന വരുന്നത്. ഇനി വരുമ്പോൾ ഇവിടെ വരാൻ വേണ്ടി മറക്കണ്ട.